ഹലോ ഗൈസ്, നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് അങ്ങനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഏപ്രിൽ 9 ഡേറ്റ് വരുന്നത്. ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് വരും എന്നുള്ളത്. രാഷ്ട്രീയക്കാരൊക്കെ ആകെ ഞെട്ടിയിരിക്കുകയാണ്. അവർക്ക് പ്രിപ്പറേഷന് വേണ്ടി ഒരു സമയം ഇല്ലാതായിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയവും അതും ഇതൊക്കെ ആയിട്ട് എല്ലാം തിക്കും തിരക്കുമാണ്. ചാനലുകൾ മൊത്തം ചർച്ചകളിലാണ്. നാട്ടിൽ എവിടേക്ക് തിരിഞ്ഞാലും ഇപ്പൊ രാഷ്ട്രീയമാണ്. ചിലർ അവിടെ സീറ്റ് കിട്ടിയില്ല എന്നവന് അപ്പുറത്തേക്ക് ചാടുന്നു, അവിടുന്ന് സീറ്റില്ലാത്തവർ ഇപ്പുറത്തേക്ക് ചാടുന്നു. അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ഠം ചാടലും ഒക്കെ ആയിട്ട് ആകെ ബിസിയാണ്. അപ്പൊ എന്തായാലും മലയാളികൾ എന്ന രീതിയിൽ നമുക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഏപ്രിൽ 9 ആരും മുടക്കമില്ലാതെ പോയി വോട്ട് ചെയ്യുക. ഓക്കെ, ഇനി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാർച്ച് 23 വരെ സമയമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ആരെങ്കിലും പേര് ചേർക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി പേര് ചേർക്കുക. വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കരുത്. നമ്മുടെ നാട് പ്രത്യേകിച്ച് കേരളം പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇകഴ്ത്താനോ പുകഴ്ത്താനോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അറ്റ് പ്രസന്റ് 3 മുന്നണികളുണ്ട്: LDF, UDF, NDA. ഈ 3 മുന്നണികളിലും നിങ്ങളുടെ നാട്ടിലെ സ്ഥാനാർത്ഥികൾ ആരാന്ന് നോക്കിയിട്ട് അതിൽ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ആളെ നോക്കി നിങ്ങൾ വോട്ട് ചെയ്യുക. ഒരിക്കലും തൽക്കാലം ഇപ്പൊ രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്യണം. ഞാൻ ഇന്ന പാർട്ടിയാണ്, എനിക്ക് ആ പാർട്ടിയിൽ മാത്രമേ എനിക്ക് കുത്താൻ പറ്റുള്ളൂ എന്നൊന്നും ആരും വിചാരിച്ചിരിക്കരുത്. നിങ്ങളുടെ നാട്ടിൽ നിൽക്കുന്ന ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ് എന്ന് തോന്നുന്ന കാൻഡിഡേറ്റിനെ നോക്കി നിങ്ങൾ വോട്ട് ചെയ്യുക. രാഷ്ട്രീയം മാറ്റി വെക്കുക തൽക്കാലം. കാരണം കേരളത്തിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരി വേണ്ടത് വികസനമാണ്. എൻ്റെ ഒരു വോട്ട് കൊണ്ട് ഇപ്പൊ എന്തുണ്ടാവാൻ? ആർക്ക് വോട്ട് ചെയ്താലും നമുക്ക് കണക്കാണ്. ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നിങ്ങളെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. എന്തായാലും എല്ലാവരും വോട്ട് ചെയ്യുക. ബീങ് സിറ്റിസൺസ്, ബീങ് റെസ്പോൺസിബിൾ സിറ്റിസൺസ്, നമ്മൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം. നമ്മുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ഒരു പക്ഷെ അതായിരിക്കും ഡിസൈഡിങ് ഫാക്ടർ. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ പരാധീനതയിലേക്കായിരിക്കും നമ്മുടെ നാടിനെ കൊണ്ട് എത്തിക്കുക. തീർച്ചയായിട്ടും വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കർത്തവ്യമാണ്, ഒരു കടമയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ നിന്ന് ആരും ഒളിച്ചോടരുത്. ഒരു കാരണവശാലും ആരെയും ക്യാൻസൽ ചെയ്യാനോ ആരെയും പൊക്കി പിടിച്ച് നടക്കാനോ ഒന്നും ആരും നിൽക്കണ്ട. നിങ്ങൾക്ക് അറിയുന്ന ആളാണ്, നല്ല വ്യക്തിയാണ്, ആളെ നിങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ MLA ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആക്സസിബിലിറ്റി ഉണ്ടാവും. എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആളെ സമീപിക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ഒരു ഉറപ്പുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുക. അപ്പൊ ഇനി വരുന്ന നാളുകളിലൊക്കെ ആകെ രാഷ്ട്രീയമായിട്ടുള്ള സംഭവ ബഹുലമായിട്ടുള്ള കഥകളും കാര്യങ്ങളും ആയിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത്. കാരണം ഈ ഇലക്ഷനോട് അനുബന്ധിച്ചിട്ടുള്ള ആ ഒരു സമയത്തായിരിക്കും ഏറ്റവും അധികം ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ഉണ്ടാവുന്നത്. കാരണം ഈ സമയത്താണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പ്ലാൻ ചെയ്ത് ശരിക്കും വളരെ നാടകീയമായിട്ടുള്ള പല സംഭവങ്ങളും ഇനി ഉണ്ടാവും. മറ്റു പാർട്ടിയെ വില്ലനായി ചിത്രീകരിക്കാനും നമ്മൾ വലിയ ഹീറോ ആയി രക്ഷിക്കാൻ വന്നു എന്ന് കാണിക്കാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മത്സരിക്കും പാർട്ടികൾ. അപ്പൊ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ കേരളത്തെ ഉറ്റുനോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു വലിയ ത്രില്ലർ മൂവി കണ്ടിരിക്കുന്ന ഒരു ഇഫക്റ്റ് ആയിരിക്കും ഈ ഒരു 1 or 2 weeks. ഇനി വരുന്ന സംഭവ വികാസങ്ങളിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. വീണ്ടും ഞാൻ പറയുകയാണ്, വോട്ട് ചെയ്യുന്നതിൽ ഒരു കുറവും വിചാരിക്കരുത്. ഉറപ്പായിട്ടും വോട്ട് ചെയ്യണം. ചൂടാണ്, എനിക്ക് വയ്യ, മടിയാണെന്നൊന്നും വിചാരിച്ച് ആരും മാറി നിൽക്കരുത്. രാഷ്ട്രീയ പാർട്ടിക്കാരോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ അണികളെ അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടേഴ്സിനെ അവരുടെ ഫാമിലിയെ ഒക്കെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ എനിക്ക് ഈ കാര്യത്തെ പറ്റിയിട്ടായിരുന്നു നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സീ യു.